ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛനെയും അമ്മയും മുത്തശ്ശിയെ സാക്ഷി നിർത്തിയിട്ടാ ഞാൻ ഈ കാര്യം പറയുന്നത്. എന്റെ തീരുമാനത്തില് ഒരു മാറ്റം ഉണ്ടാവില്ല. നീ എന്തിനാണ് അമ്മയെ വിളിക്കുന്നത്? പറ്റില്ല, ഞാൻ പോവില്ല. ഇറങ്ങി പോവാൻ. നിന്നോട് മര്യാദക്ക് ഇറങ്ങിപ്പോ. എന്റെ വീട്ടിൽ നിറയാൻ വാടി വിടും. ഇറങ്ങി ഓടി എന്റെ വീട്ടിൽ ഇറങ്ങിങ്ങോട്ടോ. എന്താ എന്താ ഇവിടെ? അതെ, ഇവള് ഇനി ഇവിടെ കണിമകൾ തിരിക്കാൻ പാടില്ല. ഇത് എന്റെ തീരുമാനമാണ്. ആരും ഇനി അത് ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. ഇറങ്ങടേ, ഇറങ്ങാൻ. ഇറങ്ങടി, ഇറങ്ങി ഓടി. എന്താ വരുന്നത്? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ചെറിയച്ചൻ ഈ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. ഈ വീട്ടിൽ ഒരു അധികാരം ഇല്ലാത്ത ഒരാളെ ഇവിടുന്ന് പുറത്താക്കുന്നു. അങ്ങനെ കരുതിയാ മതി. എന്താ പറ്റിയേ? എന്താ പ്രശ്നം? കണ്ടില്ലേ, പ്രിയങ്ക ഇവൻ പിടിച്ച് പുറത്താക്കിയിരിക്കുന്നു. എന്താ ഏട്ടാ ഇത്? ഏട്ടനുള്ള കുടുംബത്താണോ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നേ? കയ്യിൽ നിലവിളക്ക് കൊടുത്ത് പടി ചവിട്ടി അകത്തേക്ക് കയറ്റിയ ഒരു പെൺകുട്ടിയായത്. കണിമംഗലം നിലപാട് ഇങ്ങനെയാണോ പെൺകുട്ടികളോട് നീതി കാണിക്കുന്നേ? എന്നെ കൊല്ലണമെങ്കിൽ കൊന്നു. പക്ഷെ വരണ ഉപേക്ഷിച്ച് ഇവിടുന്ന് പടിയിറങ്ങി പോകാൻ എന്നോട് പറയരുത്. വരുണിന്റെ ഭാര്യയായിട്ട് ഞാൻ തന്നെ ജീവിക്കുമെന്ന് അച്ഛൻ എനിക്ക് വാക്ക് തന്നത്. ആ വാക്ക് മറന്നുപോയ അച്ഛൻ. എന്തിനാ? എന്റെ ഭാര്യയായിട്ട് ജീവിക്കാനാണെങ്കിൽ ഇവിടെ നിൽക്കാൻ പാടില്ല. ഈ ഒരു കാര്യം ഇനി അച്ഛൻ പറഞ്ഞാലും ഞാനത് അനുസരിക്കാൻ പോകുന്നില്ല. എടാ, അച്ഛനോട് ധിക്കാരം പറയാറായോ നീ? നിന്നെ എന്താ ചെയ്യേണ്ടെന്നറിയോ? അതെ, സത്യം മുഴുവൻ അറിഞ്ഞിട്ടും അത് അറിയാത്ത പോലെ ഭാവിക്കുന്നത് നിങ്ങളൊക്കെയാ. ഇവിടെ ഞാൻ ശബ്ദം ഉയർത്തി സംസാരിച്ചില്ലെങ്കിൽ ഞാൻ മാത്രമല്ല, ഇവിടെ ഒരുപാട് പേര് തോറ്റുപോകും. അമ്മ എന്തോന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഇതൊന്നും അമ്മ കാണുന്നില്ലേ? നല്ലത് കണ്ട അത് അംഗീകരിക്കണമെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളേ. അപ്പൊ പിന്നെ എനിക്ക് വേറെന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഉണ്ടോ ഉർവശി? ഏട്ടാ, എന്ത് തീരുമാനം എടുക്കേണ്ടെന്ന് വെച്ചാൽ ഏട്ടൻ എടുത്തോളൂ. ഇവിടെ എല്ലാവരും അത് അനുസരിക്കും.
ഇത്രയും കാലം അനുസരിച്ച പോലെ. പ്രിയങ്ക മോളോട് അകത്തേക്ക് പോകാനല്ലേ പറഞ്ഞേ? ഇവിടെ ആരും പറഞ്ഞ വാക്ക് തെറ്റിക്കില്ല. നീ കയറി പോകത്ത് പോകാൻ. ഞാനൊരു തീരുമാനം എടുത്തതിൽ ഇങ്ങനെയാണ് നിങ്ങളുടെ റിയാക്ഷൻ എങ്കിൽ എനിക്ക് എന്റെ തീരുമാനം പറഞ്ഞേ പറ്റൂ. എന്റെയും രാധികയുടെയും ജീവിതത്തിന് പ്രിയങ്ക തടസ്സമാണെന്ന് തോന്നിയാൽ അവളെ ഞാൻ പച്ചയ്ക്ക് കൊളുത്തി കൊന്നുകളയും. നാളെ രാവിലെ വരെ ഞാൻ കാക്കും. അതിനുള്ളിൽ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു പരിഹാരം എടുത്തിട്ടില്ലെങ്കിൽ ഒന്നുകിൽ പ്രിയങ്ക അല്ലെങ്കിൽ ഞാൻ, രണ്ടിലൊരാളെ ഇനി കണിമംഗലത്ത് കാണും. അച്ഛനെയും അമ്മയും മുത്തശ്ശിയും സാക്ഷി നിർത്തിയിട്ടാ ഞാൻ ഈ കാര്യം പറയുന്നത്. എന്റെ തീരുമാനത്തില് ഒരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ കണിമംഗലത്ത് നിന്ന് ഇറങ്ങി പോകുന്നു എന്ന് പറഞ്ഞ ഈ നാട്ടിൽ നിന്ന് പോകുന്നല്ല അർത്ഥം. ഞാൻ ജീവിക്കും, ഈ നാട്ടിൽ തന്നെ ജീവിക്കും. അതെന്റെ ഭാര്യ രാധികയോടൊപ്പമായിരിക്കും. എന്റെ ചന്ദ്രേട്ടാ, കൊറേ ദിവസമായിട്ട് ഇതായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ. ഫോൺ ചെയ്യുമ്പോ ചന്ദ്രേട്ടനോട് പറയണോന്ന് ഞാൻ ആലോചിക്കും. പിന്നെ എന്തിനാ പറയുന്നതെന്ന് ഞാൻ ആലോചിക്കും. പറഞ്ഞാ പിന്നെ നമ്മള് കുറ്റക്കാരാവുമല്ലോ. ഏട്ടാ, നീ വന്നല്ലേ ഉള്ളൂ, പോയി ഡ്രസ്സൊക്കെ മാറ്റ, എന്നിട്ട് സംസാരിക്കാം. സ്വന്തം മക്കൾക്ക് വേണ്ടി അച്ഛനമ്മമാർ സ്വാർത്ഥരാവുന്നത് അത്ര വലിയ കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ സ്വന്തം മകനെ ദ്രോഹിക്കാൻ വേണ്ടി അച്ഛനമ്മമാർ കച്ചുകെട്ടി ഇറങ്ങുന്നത് അതത്ര നല്ല കാര്യമല്ല. വാശി കൊണ്ടല്ല ആലോചിക്കേണ്ടത്, സ്വന്തം മകനോടുള്ള സ്നേഹം കൊണ്ട് ആലോചിക്കും. അവൻ പറയുന്ന സത്യം കണ്ട് ആലോചിക്കും. കേട്ടില്ലേ പരമേശ്വര? ഇനി എന്ത് ചെയ്യും?